ശ്രീ ജോസഫ് സി മാത്യു, ശശി തരൂർ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചതും ഒരു പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വേൾഡ് വൈഡ് ഗ്രോത്തിനേക്കാളും 5 ഇരട്ടിയാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചാ നിരക്ക് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംരംഭകത്വം എന്നുള്ളത് യുവാക്കളുടെ മറ്റൊക്കെ ഒരു പ്രയോറിറ്റി ആയി വരുന്നു. ജോലി വാങ്ങുക എന്നുള്ളതിനപ്പുറത്ത് സംരംഭകനാകാം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ഗവൺമെന്റ് അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്ററായി പ്രവർത്തിക്കുന്നു. നമ്മൾ അതിനെ ആ ഒരു പോസിറ്റീവായ ആംഗിളിൽ കാണാമല്ലോ. അതിൽ കേവല രാഷ്ട്രീയം നോക്കേണ്ടതുണ്ടോ? അങ്ങനെ കേരളത്തിൽ സംരംഭകത്വം കൂടുകയാണ്, വളരുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആകെ കുഴപ്പം എന്നുണ്ടോ? ഇല്ല, സംരംഭകത്വം കൂടുകയാണ് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. ഞാൻ നേരത്തെ ഇവിടെ ശ്രീ ജോയി ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അതായത് ചില നല്ല ഇന്നവേറ്റീവായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എല്ലാം സാമ്പത്തികമായി വലിയ വിജയമോ ഒരുപാട് തൊഴിലവസരമോ ഒന്നും ഉണ്ടാക്കി തന്നുകൊള്ളണം എന്നില്ല. എന്ന് മാത്രമല്ല, ശ്രീ അനൂപ് അംബിക ഇത് ഡ്രൈവ് ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിന് IT യെക്കുറിച്ച് നല്ല ധാരണയുള്ള ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ആ രീതിയിൽ ആ ശ്രമങ്ങളെ ഒന്നും കുറച്ച് കാണാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ആകെപ്പാടെയുള്ള പ്രശ്നം ഇതെന്തോ ഒരു പുതിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് തന്നെ IT വ്യവസായത്തിന് ഒരു ക്ലസ്റ്ററിങ് ആവശ്യമുള്ള ഒരു വ്യവസായമല്ല. IT വ്യവസായത്തിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം US-ലും പലയിടത്തിരുന്ന് ചെയ്യാവുന്നതാണെന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. ഇപ്പം നമ്മുടെ ഈ ചർച്ച തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നേരത്തെ ഇത് സാധ്യമല്ലായിരുന്നു. നമ്മൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അപ്പോൾ ആ ഒരു എങ്കിൽ പോലും ടെക്നോ പാർക്കിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതിനെ അങ്ങനെ വിളിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. US ടെക്നോളജി 14 പേരുമായിട്ട് ടെക്നോ പാർക്കിൽ ഇൻക്യുബേറ്റ് ചെയ്ത സ്ഥാപനമാണ്. ഏതാണ്ട് 10-20,000 പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. IBS, സൺടെക്, ഈ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ വിരിഞ്ഞു വന്ന സ്ഥാപനങ്ങളാണ്. ഞാൻ 2004 ഒക്ടോബർ 1 ആണ് എൻ്റെ സ്ഥാപനം തുടങ്ങുന്നത്. ഇപ്പോൾ ഏതാണ്ട് 20 വർഷമായി. അവിടുന്ന് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഫെസിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ശ്രമം നടത്താൻ കഴിയുമായിരുന്നില്ല. അതായത് 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിന് ഒരു ഫെസിലിറ്റിക്ക് 14,000 രൂപ റെൻറ്റ് കൊടുത്താൽ എനിക്ക് പ്ലഗ് ആൻഡ് പ്ലേ ഫെസിലിറ്റിയിൽ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ ഡ്രൈവ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇത് നേരത്തെ മുതലേ ഇവിടെ ഉണ്ട്. അത് അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറേ പേർ വിജയിച്ചിട്ടുണ്ട്, കുറേ പേർ പരാജയപ്പെട്ടവർ വീണ്ടും ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. അപ്പോൾ പിന്നെ കണക്ക് വെച്ചിട്ട് ഇപ്പോൾ നേരത്തെ നടന്നു വന്നിരുന്നതിൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്നുള്ള പ്രഖ്യാപനത്തെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ശ്രീ ശശി തരൂർ പറഞ്ഞത്. അതിന് അദ്ദേഹം അടിസ്ഥാനമാക്കിയത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ റിപ്പോർട്ടാണ്. ഒന്നാമത് ആ സംഘടന എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലായി പ്രവർത്തിക്കുന്ന ഒരു ക്ലയൻറ്റ് ലിസ്റ്റുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഒരു ക്ലയൻ്റാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത്. അതുപോട്ടെ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആധികാരികതയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ റിപ്പോർട്ട് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അവർ പറയുന്നത് എന്താണ്? 2019 ജൂലൈ മുതൽ 2021 ഡിസംബർ വരെയുള്ള കാലയളവിനെയും 2021 ജൂലൈ മുതൽ 2023 ജൂൺ വരെയുള്ള കാലയളവിനെയും നമ്മൾ 2 വർഷ കാലയളവാണ്. ഒരു ചെറിയ ഓവർലാപ്പ് ഉണ്ട്. ഈ 2 കാലയളവിനെയും താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിലെ തന്നെ IT എക്കോസിസ്റ്റത്തിൻ്റെ വാല്യൂ അവരൊരു വാല്യുവേഷൻ നടത്തുകയാണ് അവരുടേതായ രീതിയിൽ. അത് പക്ഷേ അതിനെ ഇപ്പോൾ നമ്മൾ കോൺടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അതേ മാനദണ്ഡം ഉപയോഗിച്ചായിരിക്കും എല്ലാ പട്ടണങ്ങളെയും എല്ലാ സംസ്ഥാനങ്ങളെയും അവർ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ വാല്യൂ ചെയ്താൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ $1.7 ബില്യൺ ആണെന്നും അത് 2019-21 കാലയളവിനേക്കാൾ 254% അധികമാണെന്നുമാണ്. എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം തകർന്ന് അടിഞ്ഞു പോയിരുന്നുവെന്നും അവിടെ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി എന്നുമാണ് അവർ പറയുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്, ഞാൻ അതിനെ കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ 254% വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ നമ്മൾ പറയുന്ന ബാക്കി ഇപ്പം ബാംഗ്ലൂരിൻ്റേത് $158 ബില്യൺ.
അതേപോലെ എല്ലാ കണക്കുകളും ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ പറയുന്ന എല്ലാ പട്ടണങ്ങളും ഹൈദരാബാദ്, ചെന്നൈ, ഇനി തെലങ്കാന, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെലങ്കാന 830 കോടിയാണ്, കേരളത്തെക്കാൾ മഹാരാഷ്ട്ര 720 കോടിയാണ്, മറ്റു മുംബൈയുടെ കാര്യം ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു. ശരിയാണ്. പക്ഷേ ഇതൊക്കെ പരമ്പരാഗതമായി തന്നെ സംരംഭങ്ങൾ ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഉള്ള, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഗവൺമെന്റുകൾ ഉള്ള ഒരു ഇടം എന്നുള്ള നിലയിൽ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ഇടം എന്ന നിലയിൽ ഒരു താരതമ്യമായാലോ? അഭിലാഷ, അത് ശരിയല്ല. കേരളത്തിന് ഒരു മാപ്പിൽ ഒരു ഇടമുണ്ട് എന്ന് മാത്രമല്ല, കേരളം ബാക്കിയുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെ ദേശീയ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയൊരു വളർച്ച ഉണ്ടായി എന്നാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെയല്ല. നമ്മുടെ തന്നെ മുൻ അവസ്ഥയുമായി നോക്കുമ്പോൾ നമുക്ക് 284% വർധനവുണ്ട് എന്നും, അപ്പോൾ പോലും നമ്മളുടെ മൊത്തം വാല്യുവേഷൻ, അവരുടെ എക്സ്പോർട്ട് അല്ല കേട്ടോ പറയുന്നത്, എക്സ്പോർട്ട് ഈ 158 ബില്യൺ അവരുടെ സ്റ്റാർട്ടപ്പിനെ വാല്യൂ ചെയ്യുമ്പോൾ അവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 33.1 മില്യൺ നോറ്റുമാണ്. അപ്പോൾ എക്സ്പോർട്ടിനെ അല്ല ഈ പറയുന്നത്. കേരളത്തിൻ്റെ എക്സ്പോർട്ടിനെ കുറിച്ച്, സ്റ്റാർട്ടപ്പ് രംഗത്തു നിന്നുള്ള എക്സ്പോർട്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ടിൽ. കേരളം അതിൻ്റെ റഡാറിൽ വരുന്നത് തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ ക്ലൈൻ്റ് ആയതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റീജിയണൽ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏഷ്യയുടെ, അതിൻ്റെ 40 എണ്ണത്തിൽ പോലും നമ്മൾ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ റിപ്പോർട്ട് മുഴുവനൊന്നും വായിച്ചില്ല, കാര്യം അങ്ങനെ പഠിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പറയാൻ വന്നത്, നിങ്ങളെടുത്ത് ഇതിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത് പരിശോധിക്കുകയാണ് ഇത് ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന റിപ്പോർട്ട് തന്നെ അത്ര ആധികാരികമല്ല. ആ റിപ്പോർട്ടിൽ തന്നെ നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മൾ 1-ാം സ്ഥാനത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, റീജിയണലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അഫോർഡബിൾ ടാലൻറ്റ് എന്നുള്ള തലക്കെട്ടിലാണ്. ഈ അഫോർഡബിൾ ടാലൻറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്ന പാരാമീറ്റർ നമ്മൾ നോക്കിയാൽ, ഒരു നിശ്ചിത ടാലൻറ്റിന് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പം നമ്മുടേതൊരു ചീപ്പർ ലേബറാണ് എന്നുള്ളതാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 5-ാം സ്ഥാനത്തായിരുന്നു, ഇപ്പം നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തിയതിൻ്റെ കാരണം മറ്റ് 4 പട്ടണങ്ങളിലെയും ശമ്പളം വർദ്ധിക്കുകയും ഇവിടുത്തെ ശമ്പളം അത്ര കണ്ട് വർദ്ധിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇത് ഞാൻ പറയാൻ വന്നത്, തീർച്ചയായിട്ടും ഈ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ ഒരുപാട് നാളായി ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ ശശി തരൂർ പറഞ്ഞ പോലെയൊന്നുമല്ല, സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് ടെക്നോ പാർക്ക് ഇൻക്യുബേറ്ററിനെ നാമകരണം ചെയ്ത് 2006-ലാണ് അത് ചെയ്യുന്ന സാഹചര്യം എനിക്കറിയാം. ഞാൻ ആ സമയത്ത് IT അഡ്വൈസറായിട്ട് പ്രവർത്തിച്ചതാണ് 2006 മുതൽ. എനിക്ക് ആ സാഹചര്യങ്ങൾ അറിയാം. ഒരുപാട് ശ്രമങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. ആ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ മുൻപുള്ളതിനെ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് എന്തോ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു പോകേണ്ടി വരും. അത് വസ്തുതാപരമല്ല. തീർച്ചയായും അതാണ് താങ്കളുടെ പോയിന്റ്.